theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിലെ ആ ഒരു അടങ്ങാത്ത ആകാംക്ഷ, ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അത്ഭുതം, അതൊക്കെ കണ്ടെത്താനും പങ്കുവെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അല്ലേ അജ്മൽ തന്റെ ഈ വെബ്സൈറ്റിനെ കാണുന്നത്? അതെ അതെ, വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ സ്വന്തമായി നോക്കി നടത്തുന്ന ഒരിടം. അദ്ദേഹത്തിന്റെ ചിന്തകള്, പിന്നെ കല, എഴുത്ത്, അതിന്റെയൊക്കെ ഒരു ശേഖരം തന്നെയാണത്. ശരിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ ഒരു പ്രത്യേക ലേഖനമാണ്. മണൽത്തരി പോലെ തോന്നുമ്പോഴുള്ള സ്വാതന്ത്ര്യം, ദ ഫ്രീഡം ഓഫ് ഫീലിംഗ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് സാൻഡ്. നമുക്കതൊന്ന് നോക്കിയാലോ? തീർച്ചയായും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയമാണത്. നമ്മളെയൊക്കെ ആശങ്കകളെ നമ്മളെ തന്നെ ഒരു വലിയൊരു പശ്ചാത്തലത്തിൽ വെച്ച് കാണാനുള്ള ശ്രമം. അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ടല്ലോ അതില്, മരുഭൂമിയിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ്, താനൊരു മണൽത്തരി മാത്രം. എന്നിട്ട് അതിനൊരു പേരും കൊടുക്കുന്നുണ്ട്, ഗ്രാനുലാർ പെർസ്പെക്റ്റീവ് തെറാപ്പി, ഒരു തരം മണൽത്തരി കാഴ്ചപ്പാട്. അതെ, ഗ്രാനുലാർ പെർസ്പെക്റ്റീവ് തെറാപ്പി. ഈ തിരിച്ചറിവൊരു സമാധാനം തരുന്ന അദ്ദേഹം പറയുന്നേ. എനിക്കത് കേട്ടപ്പോ ഒരു കൗതുകം തോന്നി. സാധാരണ നമ്മൾ വലുതാകാനല്ലേ നോക്കുന്നേ. അതെ, അവിടെയാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തുകൊണ്ട് ചെറുതാകലൊരു ശാന്തത നൽകുന്നു? ഇപ്പോ അജ്മൽ പറയുന്ന പോലെ ഇന്നത്തെ ലോകം, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളിൽ ഭയങ്കരമായൊരു പ്രഷറല്ലേ ഉണ്ടാക്കുന്നത്. എപ്പോഴെന്തെങ്കിലും വലുത് ചെയ്യണം, നേടണം, നമ്മുടെ ഒരു സംഭവമാണെന്ന് കാണിക്കണം എന്നൊക്കെയുള്ളൊരു തള്ളിച്ച. ശരിയാണ്, ഒരു തരം പെരുപ്പിച്ച അഹംബോധം. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കും, ഉത്കണ്ഠ കൂട്ടും. അപ്പൊ ഈ മണൽത്തരി കാഴ്ചപ്പാട് അതിൽ നിന്നൊരു രക്ഷപ്പെടലാണോ? നമ്മൾ അത്ര പ്രധാനപ്പെട്ട ആളല്ല എന്ന ചിന്ത എങ്ങനെയാ സമാധാനം തരുന്നത്? രക്ഷപ്പെടൽ എന്നതിനേക്കാൾ ഒരു യാഥാർത്ഥ്യബോധം എന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഭാരം നമ്മുടെ ചുമലിൽ ഇല്ലെന്നൊരു തിരിച്ചറിവ്. നമ്മുടെ ഓരോ ചെറിയ വീഴ്ചയും ഈ പ്രപഞ്ചത്തെ തലകീഴായി മറിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നും. അതൊരു ആശ്വാസമാണ്. അത് നമ്മളെ വെറുതെ ഇരിക്കാൻ പ്രേരിപ്പിക്കുമോ? അതോ? ഇല്ലല്ല, അങ്ങനെയല്ല. മറിച്ച് അനാവശ്യമായ പേടികളിൽ നിന്നൊരു മോചനം കിട്ടും. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള ആ ഒരു അമിത ആശങ്ക, അതൊക്കെ കുറയും. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചെറുപ്പം അംഗീകരിക്കുന്നത് സമാധാനം മാത്രമല്ല, ഒരുതരം ഫ്രീഡം കൂടിയാണ് തരുന്നതെന്ന്. അതെ, പരാജയപ്പെടുമോ എന്ന പേടി കുറയുമ്പോൾ പുതിയ കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാൻ, ചിലപ്പോൾ കുറച്ചുകൂടി വലിയ റിസ്കുകൾ എടുക്കാനൊക്കെ ഒരു ധൈര്യം കിട്ടും, അല്ലേ? തീർച്ചയായും. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള ആ ഒരു സമ്മർദ്ദം, അത് കുറയും. നമ്മുടെ പല വിഷമങ്ങളും അദ്ദേഹം പറയുന്ന പോലെ മരുഭൂമിയിലെ കാറ്റിലെ പൊടി പോലെയാണ്, വരും പോകും. അപ്പോ ഇത് നിരുത്തരവാദിത്വമാകുമോ? നമ്മുടെ കടമകളൊക്കെ പിന്നെ? അത് നല്ലൊരു ചോദ്യമാണ്. ലേഖനത്തിൽ അതും പറയുന്നുണ്ട്. ഇത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. ഇപ്പോ ഒരു കുഞ്ഞിനെ നോക്കുന്നതോ, ജോലി ചെയ്യുന്നതോ, ബില്ലടയ്ക്കുന്നതോ, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ അതൊന്നും നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിലുള്ള മൂല്യത്തെ മുഴുവനായി നിർണ്ണയിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ്. ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മളൊരു ചെറിയ ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റിയേക്കാം. എന്തായിരിക്കും ആ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ? അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും, അല്ലേ? ചിലപ്പോ സ്നേഹബന്ധങ്ങളാകാം, പുതിയ അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ ആന്തരികമായ ഒരു സമാധാനമാകാം. ആ ഒരു വലിയ ചിത്രത്തിൽ നമ്മുടെ സ്ഥാനം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്നൊരു വ്യക്തതയുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഈ വലിയ ലോകത്ത് നമ്മളൊരു ചെറിയ പൊട്ടുപോലെയാണെന്ന തിരിച്ചറിവ്, അത് നമ്മുടെ അനാവശ്യമായ ഈഗോയെയും ടെൻഷനെയും കുറയ്ക്കും. പകരം ഒരു ശാന്തതയും പ്രവർത്തിക്കാനുള്ള ഒരു തരം സ്വാതന്ത്ര്യവും തരും. ഇതാണോ അജ്മൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്? ഒരു വിധത്തിലതെ. വ്യക്തിപരമായി ഈ ചിന്ത നമ്മുടെയൊക്കെ ആ ഡെയിലി സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുമോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ശരിയാണ്. ഇപ്പോ അടുത്ത തവണ വലിയൊരു പ്രശ്നം വരുമ്പോൾ ഈ മണൽത്തരി കാഴ്ചപ്പാടെന്ന് ഓർത്താൽ അത് ആ സാഹചര്യത്തെ കാണുന്ന രീതിയെ മാറ്റുമോ? നിങ്ങളെ അത് കൂടുതൽ വിനയമുള്ള ആളാക്കുവോ? അതോ ചിലപ്പോൾ ഒരു നിസ്സംഗതയിലേക്ക് കൊണ്ടുപോകുമോ? അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണല്ലേ? തീർച്ചയായും. അപ്പോ അജ്മലിന്റെ ഇതുപോലുള്ള ചിന്തകളും അദ്ദേഹത്തിന്റെ കലകളും മറ്റെഴുത്തുകളും ഒക്കെ കാണാൻ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകൾ കേൾക്കാനും താല്പര്യമുള്ളവർക്ക് theborderofamind.com എന്ന അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചു നോക്കാവുന്നതാണ്. അതെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പരയിലെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.